ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഫൈനലി നമ്മൾ മേച്ചുക്കയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി 185 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. കുറച്ച് പൈസ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു, കാരണം അവിടെ ഇൻ്റർനെറ്റും ഫോൺ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടു. മഞ്ഞും പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ. നാട്ടുകാരുടെ കണക്കനുസരിച്ച് 8 മണിക്കൂർ എടുക്കും. അപ്പോൾ 6:30 ഇറങ്ങി ഏകദേശം 2 മണിയോട് കൂടിയിട്ട് എത്തണം. പക്ഷേ ഞാനായതുകൊണ്ട് ചിലപ്പോൾ അതൊരു 4 മണിയാവും. അവിടെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും -3 പോകും. രാത്രി ആകുമ്പോൾ -5 ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സമയം കളയാണ്ട് നമുക്ക് യാത്ര തുടങ്ങും. കാരണം തണുപ്പായി കഴിഞ്ഞാൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധികം നിർത്താൻ പറ്റുമോ എന്നറിയില്ല. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ബ്ലോക്കുകളുണ്ട്. ബ്ലോക്കിൻ്റെ ടൈമൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ പറയുമോ, എഴുതി കാണിക്കുന്നെങ്കിലും ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. ഇന്നലെ രാത്രി പൈനാപ്പിൾ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ ഉണ്ടല്ലോ, സമയം 1:30 ആയിട്ടോ. 1:30 കഴിഞ്ഞ് കിടന്ന് 3.5 മണിക്കൂർ ഇറങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. ക്യാമറ, നമ്മുടെ ഹെൽമെറ്റിലെ ക്യാമറ ഈ മൗണ്ടിൽ ഫിക്സ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോയി. ക്യാമറയല്ല, മൗണ്ട് പൊട്ടിപ്പോയി. പിന്നെ അത് ഒട്ടിച്ച് ബാഗ് തുറന്ന് ഫെവിക്വിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു നേരമായി കേട്ടോ. റോങ് സൈഡാണ് പോകുന്നത്, എനിക്കറിയാം. പക്ഷേ രാവിലെ ഈ നേരം ആയതുകൊണ്ടാണ്. വെരി സോറി. അല്ലെങ്കിൽ കുറേ ദൂരം കറങ്ങണം. ആൾക്കാർ രാവിലെ പ്ലാസ്റ്റിക് കത്തിക്കുക കേട്ടോ, തീ കഴിയുന്നല്ല. മേച്ചുക്ക നമ്മളീ പോകുന്ന വഴി ഏത് ഹൈവേ ആണെന്ന് മാപ്പിലും എഴുതിയിട്ടില്ല, ഇവിടെ എവിടെയും ബോർഡിലും കാണുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് പാരലായിട്ട് സിയോം നദി കൂട്ടുണ്ട് കേട്ടോ. അത് താത്തോ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ നമുക്ക് ഈ നദിയുടെ പാരലായിട്ടാണ് റോഡ് പോവാം. പെട്രോള് താത്തോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കിട്ടുള്ളൂ എന്ന് തോന്നണം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പെട്രോൾ പമ്പുകൾ കാണാനുണ്ട്. പക്ഷേ താത്തോ കഴിഞ്ഞാൽ പിന്നെ മേച്ചുക്കയിലാണ്. ഞാൻ എന്തായാലും ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്രോളിനൊരു പ്രശ്നം വരില്ല, പോയി വരാൻ വേണമെങ്കിൽ കേട്ടോ. നമുക്ക് ഏകദേശം ആലോന്നൊരു 60-70 കിലോമീറ്റർ നല്ല റോഡാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞാലാണ് റോഡ് മോശമാവുന്നുള്ളൂ. അപ്പോൾ ഈ പെന്നേന്നാണെന്ന് പറഞ്ഞു തോന്നുന്നു, PENNE പെന്നെ എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് താത്തോ വരെ 9:30 റോഡ് അടയ്ക്കും. രാവിലെ 9:30 റോഡ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 11:30 12:30 എന്തോ തുറക്കുള്ളൂ. അപ്പോൾ ഈ 9:30 നമ്മൾ ഈ താത്തോ എത്തണം എന്നാണ് ഈ സംസാരിച്ച് സുമോൻ്റെയും ഇന്നോവൻ്റെയും ഡ്രൈവർമാരൊക്കെ പറഞ്ഞു കേട്ടോ. യെസ് നമ്മൾ കായിങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി കേട്ടോ. എത്തിയോട് കൂടിയിട്ട് ഫോഗൊക്കെ മാറി സൂര്യൻ വന്നു തുടങ്ങി. സത്യമായിട്ട് വിശന്നിട്ട് വയ്യ. അതുകൊണ്ടാണ്. യൂണിട്രൺ ക്യാൻറ്റീനാണ് കേട്ടോ, ആർമിയുടെ ക്യാൻറ്റീനാണ്. സർ खाने के लिए कुछ मिलेगा? जल्दी कुछ भी? ठीक है, चाय दे दो. मैं केरला से हूँ. हाँ, घूमने हैं. ये कौन सा यूनिट है यहाँ पे? 11 ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സർദാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളായിട്ട് കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. മേച്ചുക്കയിൽ ഒരു ഗുരുദ്വാര ഉണ്ട്, അവിടെ എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അതിൽ മിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ക്യാമറ ഊരി എപ്പോഴാണ് കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല എപ്പോഴാണ് മിസ്റ്റ് വരണേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് മിസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു റസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈ കേക്ക് എന്നാണ് എൻ്റെ പേര്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, പ്രാൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് പറയാട്ടാ, ചായക്ക് പൈസ ഒന്നും വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം ചായക്ക് പൈസ വേണ്ട അത്ര. ചായയുടെ പൈസ ഞാൻ അവിടെ UPIയുടെ സ്കാനറിൽ ഇട്ടു കേട്ടോ. അവരെ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ 10 രൂപ അവിടെ കണ്ടു. ചായയുടെ പൈസ ഞാൻ അവിടെ കൊടുത്തു. വഴി മോശമായി തുടങ്ങി കേട്ടോ. നമ്മൾ കുറേ ദൂരം 2 ലൈനിലാണ് വന്നത്. നല്ല അടിപൊളി റോഡായിരുന്നു. അതിൽ നിന്ന് നമ്മളിത് ഒരു സിംഗിൾ ലൈൻ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനത്തെ റോഡിലേക്ക് കയറി കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചത്ര മോശമല്ല. ഞാനങ്ങനെ വളരെ വളരെ മോശമാണെന്ന് വിചാരിച്ചത്. കൂടുതലത് ഈ മഴക്കാലത്തൊക്കെയാണ് ഈ റോഡ് ഭയങ്കരമായിട്ട് മോശമാവുക, ട്രാവൽ ചെയ്യാൻ പറ്റാണ്ടാവുക, മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ട്രൈബ്സ്, ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും
ഇത് മീൻ പിടിക്കാനുള്ള പോക്കാന്ന് തോന്നുന്നു കേട്ടോ. താഴെ പുഴയുണ്ട്. അപ്പോൾ ആ ഒരു കൊട്ട പൂപ്പൻ്റെ പുറകിൽ തൂങ്ങിക്കിടക്കണ്ടായിരുന്നു, അതിൽ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. മേച്ചുക്കയിൽ ഇന്ത്യൻ ആർമിക്ക് ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ. കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ ഈ എയർ സ്ട്രിപ്പ് മാത്രമായിരുന്നു അങ്ങോട്ട് എത്തിപ്പെടാൻ ആകെയുള്ളൊരു മാർഗ്ഗം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വഴിക്കൊന്നും അധികം ഒരു പഴക്കമുള്ള വഴിയൊന്നുമല്ല. ഞാൻ പറയണ അങ്ങനെ ഇപ്പോൾ 5 കൊല്ലം എന്നല്ല കേട്ടോ, എനിക്ക് തോന്നുന്ന കുറച്ച് വർഷങ്ങളായി, ഒരു 30 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂമായിരിക്കും, അതോ അതിലും കുറവ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ കുറച്ച് നാളായിട്ടുള്ളൂ ഈ വഴിയൊക്കെ വന്നിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ മേച്ചുക്കയിൽ ആദി എന്ന് പറഞ്ഞിട്ടൊരു ട്രൈബാണ്. അപ്പോൾ അവർക്ക് ഈ പുറം ലോകമായിട്ടൊന്നും, അതായത് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ അരുണാചൽ ഈ ഒരു ഭാഗത്തേക്ക്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും ഇവിടുത്തെ ആൾക്കാരായിട്ടൊന്നും കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അവർ കൂടുതലും ടിബറ്റുമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ആയിരുന്നു. അവർ കുതിരയെ വളർത്തി ടിബറ്റിൽ കൊണ്ട് വിൽക്കുക, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു ട്രൈബാണ് ഈ ആദി ട്രൈബ്. അവർക്ക് ഈ ഭാഗത്തേക്ക് വരേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് റോഡ് ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല റോഡായി. ഇതൊരു സുഖമാണെന്നറിയാം ഇങ്ങനത്തെ റോഡിൽ വണ്ടി ഓടിക്കാൻ. ആരുമില്ല, ചെറിയ തണുപ്പ്. ആഹാ, വാട്ട് എ ഫീൽ. കൺസ്ട്രക്ഷൻ്റെ പണികളൊക്കെ ആരംഭിച്ചു തുടങ്ങി കേട്ടോ. സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മിക്കവാറും രക്ഷപ്പെട്ട് പോവും. പണിക്കാരൊക്കെ റെഡിയാവുന്നു, വണ്ടികളൊക്കെ റെഡിയാവുന്നു. ജോലിക്ക് വേണ്ടി ആൾക്കാർ വരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് ഇടയ്ക്ക് നല്ല റോഡ്, മോശം റോഡ്, അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ എങ്ങോട്ടാണോ ഉപ്പരെ. താങ്ക് യു ദീദി, താങ്ക് യു. പാവം, എന്നെ കണ്ടുടനെ അവർ പറഞ്ഞു കേട്ടോ ഇതാണ് വഴിയെന്ന്. അപ്പോൾ വഴി പിന്നെ ഇടുങ്ങി, മരത്തിൻ്റെയും മുളയുടെയും വീടുകൾ. നിങ്ങൾ ആരെങ്കിലും അരുണാചൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ബൈക്കിലായാലും അല്ലാതെയൊക്കെ ആണെങ്കിൽ കൂടെ ഈ ഒരു ഭാഗത്തേക്കും കൂടി കൂടുതൽ വരാൻ ട്രൈ ചെയ്യുക കേട്ടോ. മിക്കവരും തവാങ്ങൊക്കെ പോയി തിരിച്ചു പോവുകയാണ് ചെയ്യണേ. പക്ഷെ എനിക്ക് ആ ഒരു തവാങ് റൂട്ടിനേക്കാൾ ഈ ഭാഗം കുറച്ചും കൂടി കൾച്ചറലി റിച്ച് ആയിട്ട് തോന്നി കേട്ടോ. തവാങ് മോശമെന്നല്ല, പക്ഷെ ആ ഒരു റീജിയൻ കുറച്ചും കൂടി കൊമേഴ്ഷ്യലൈസ്ഡ് ആയ പോലെ എനിക്ക് തോന്നി. യാത്ര ചെയ്യാൻ നമുക്ക് മനസ്സിന് സന്തോഷമൊക്കെ കൂടുതൽ കിട്ടുക ഈ ഒരു ഭാഗത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആ हाँ अच्छा ठीक है बोल दूंगा. हाँ 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 ठीक है ठीक है ठीक है. മുമ്പിൽ ഒരു ട്രക്ക് പോകുന്നുണ്ട്. അവരുടെ പൈപ്പ് അവിടെ വീണു. എല്ലാ കല്ലങ്ങ് വീണു. ഒതുക്കിയിടാം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയല്ലോ. ടാങ്കർ അച്ഛാ അച്ഛാ ठीक है ടാങ്കർ അത്ര. അപ്പോൾ അവരുടെ പൈപ്പാണ്. ഈ ഒരു ഭാഗത്ത് കാണാനില്ല കേട്ടോ ടാങ്കറിൻ്റെ ഒന്നും. എനിക്കിവിടുന്ന് ആറ്റം വരെ കാണാം. അവിടെ എവിടെയും ഒരു ടാങ്കർ പോകുന്നതായിട്ട് കാണുന്നില്ല. ഏതെങ്കിലും വളവിലങ്ങനെ നിർത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ആ ഇതേ ടാങ്കർ ഇതായിരിക്കണം. भैया आपका पाइप गिर गया था, मैं साइड पे रखा हूँ, रोड के साइड पे. हाँ वो पता नहीं है, 3-4 किलोमीटर पीछे. ठीक है ओके बाय. നന്മയുള്ള ലോകമേ കാണുക. അയ്യോ ചളി 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 ചെളി ചെളി കുഴഞ്ഞു കിടക്കുന്ന ചെളി. ഏകദേശം 4.25 മണിക്കൂറായി വണ്ടി ഓടിക്കണം. ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്തു എന്ന് പറയുന്നത് ആ ചായ കുടിക്കാൻ നിർത്തിയത് മാത്രം തന്നെ ഉള്ളൂ, അല്ലാതെ ഞാൻ വണ്ടി നിർത്തിയിട്ടേ ഇല്ല.
അപ്പോൾ ഇപ്പോൾ ശരിക്ക് ടയേർഡായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് റോഡ് വളരെ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡാവുന്നുണ്ട്. ഞാൻ എത്ര വേണമെങ്കിൽ ഓടിക്കാന്നുള്ള മൂഡിലായിരുന്നു. പക്ഷെ ഇപ്പം മടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും താത്തോ എത്താറായി തോന്നുന്നു. അവിടെ പോയി റെസ്റ്റ് എടുക്കാം. ഇങ്ങനെ മടുപ്പ് വരുമ്പോൾ മടുപ്പ് മാറ്റാൻ വേണ്ടിയുള്ള സാധനം എന്തേ വന്നു കേട്ടോ. ഇത് നോക്കിയ ഒരു വലിയ വെള്ളച്ചാട്ടം. അമ്പോ അത് കണ്ടോട് കൂടിയിട്ട് ഉള്ള എല്ലാ ക്ഷീണവും പോയി കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു മിസ്സിങ് യാത്രയുടെ അല്ലേ. കുറേ നേരമായിട്ട് റോഡ് മോശമല്ലേ. അപ്പം അങ്ങനെ സീനറിയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ആഹാ ഇതാണ് സിക്കോ ദിദോ വെള്ളച്ചാട്ടം, സിക്കോ ദിദോ വാട്ടർഫാൾ. എനിക്കറിയൊന്നുമില്ല, മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാണ്ട് പേര്. അപ്പോൾ മഴക്കാലത്ത് എന്തൊരു ഭംഗിയായിരിക്കുന്ന ആലോചിച്ച് നോക്കിയ വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടുണ്ടല്ലോ നിറച്ചും വാഴ കേട്ടോ. അത് കൃഷിയായിട്ട് ചെയ്യുന്നതല്ല എന്ന് തോന്നുന്നു. അതിങ്ങനെ റാൻഡമായിട്ട് വാഴ ഇങ്ങനെ വളരുന്നതാണ്. നോർത്ത് ഈസ്റ്റിൽ നമുക്ക് പല ഭാഗത്തും ഇങ്ങനെ കാണാം കേട്ടോ. ഈ വെള്ളച്ചാട്ടം മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടെറൈനും ഭയങ്കര വ്യത്യാസമാണ്. ആ കാണുന്നതിൽ ഇത്ര നേരം കണ്ട പോലെയല്ല, കുറേ മൊട്ടക്കുന്നുകളും പുൽമേടുകളായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ആ ഒരു ഭാഗത്ത് കാണുന്ന മുഴുവൻ. ഞാനിങ്ങോട്ട് വരുമ്പോൾ വിചാരിക്കുന്നത് എന്താണ് ഒട്ടും തണുപ്പില്ലാത്തതെന്നൊക്കെ. പക്ഷേ ഞാൻ ഇന്ന് അടിയിൽ 4 ലെയറും മുകളിൽ 3 ലെയറും ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എങ്ങനെ നമ്മൾ ലേറ്റായി വൈകുന്നേരം അവിടെ എത്തുമ്പോൾ ഈ മൈനസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തണുക്കാത്ത. ഇവിടെ എത്തിയപ്പോൾ ജാക്കറ്റും ഗ്ലൗസൊക്കെ ഊരിയപ്പോഴാണ് മനസ്സിലായത് തണുപ്പുണ്ട്. ഒരു 10 ഡിഗ്രിയുടെ അടുത്ത് എന്തോ തണുപ്പുണ്ട്. അപ്പോൾ നമുക്കിനി താത്തോലേക്ക് 20 കിലോമീറ്റർ 1 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കണേ. ഈ 20 കിലോമീറ്ററിന് 1 മണിക്കൂറും പിന്നെയുള്ള 47 കിലോമീറ്ററിന് 1.25 മണിക്കൂറുള്ളൂ. അപ്പോൾ താത്തോന്ന് അങ്ങോട്ട് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി താത്തോല് പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വിടാം. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. എങ്ങനെ പോയാലും നമ്മളൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ എന്തായാലും തണുപ്പത്തൊന്നും പെടില്ല എന്ന് തോന്നുന്നു. താഴെ അഗാധമായ കൊക്കയാണ്, ഇത് കാണണ്ട. സൂപ്പറല്ലേ നദി പോണ നോക്കി. എന്ത് രസാ ഇങ്ങനെ പോവാട്ടെ. അത് ഒഴുകിയിട്ട് നമ്മൾ താത്തോലെത്തുന്നതോട് കൂടിയിട്ട് ഈ റിവർ വേറൊരു സൈഡിലേക്ക്, അതായത് റിവറല്ല വേറെ സൈഡിലേക്ക് പോകണേ. റിവർ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ വേറൊരു ഇതിലേക്ക് പോകും. മേച്ചുക്ക ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും കേട്ടോ. റിവർ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത്. നമ്മളിത് താത്തോയിലേക്ക് കയറാണ് കേട്ടോ. താത്തോ എത്തി. അതെ, മോനിഗോൺ കാറോപ്പിടിയൊക്കെ താഴത്തേക്ക്, മേച്ചുക്ക ലെഫ്റ്റ്. ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടിയാൽ നമുക്ക് കയറാം. ഖാന ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലല്ലോ. ഹേ ഭഗവാൻ, ഒന്നും കിട്ടിയില്ലല്ലോ. എൻ്റെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഇരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മുമ്പിലേക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി കഴിക്കാം. ഇവിടെ എന്തോ ഉണ്ട്. എന്തത്? അയ്യേ, ബാർബർ ഷോപ്പാ. ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷോപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ചെറിയൊരു തോടോ പുഴയോ ഒഴുകുന്നുണ്ട് കേട്ടോ. ആൾക്കാർ അവിടെ ഇരുന്ന് അലക്കുന്നു കേട്ടോ. പണ്ട് ഞാനും ലക്ഷ്മിയും കാർ ലൈഫിന് പോയിട്ട് ഇങ്ങനെ പുഴക്കരയിലിരുന്ന് അലക്കിയതൊക്കെയാണ് കാണുമ്പോൾ ഓർമ്മ തന്നെ. ഗുഡ് ടൈമായിരുന്നു അത്. ഇത് ഒരു കുഞ്ഞി വാട്ടർ ക്രോസിങ്. പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഈ ഖാരി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലൻ്റെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ഈ ബറൂച്ചി ഗുജറാത്ത് ആ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്തതിലാണ് വരിക. സാധനം ഒരിക്കൽ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ വേറെ കപ്പലണ്ടികളൊന്നും ഇഷ്ടമില്ല. ഇങ്ങനെ വലിയ കപ്പലണ്ടി. എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വെറുതെ സമയം കളഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമുക്കിനി 1.25 മണിക്കൂറും കൂടിയേ ഉള്ളൂ. കറക്റ്റ് 40 കിലോമീറ്റർ മേച്ചുക്കയിലേക്ക്. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് കുറേ റൈഡേഴ്സ് പോയിട്ടോ. ഒരു തെലങ്കാന സ്റ്റേറ്റും ഉണ്ടല്ലോ. ഇത്ര നേരമായിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള വണ്ടികളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. കുറേ ദിവസമായി സൗത്ത് ഇന്ത്യൻ വണ്ടികളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇപ്പോഴാണ് തെലങ്കാന സ്റ്റേറ്റ് കണ്ടത്. അപ്പോൾ
ഇവിടുന്ന് നോക്കിയാണ്ടല്ലോ നമുക്ക് താത്തോ ഗ്രാമം കാണാം കേട്ടോ. കാണുന്നതാണ് താത്തോ ഗ്രാമം. നമ്മളിപ്പോൾ വന്നില്ലേ, നല്ല രസമാണ് കേട്ടോ. താഴെ റിവർ ഒഴുകി പോകുന്നുണ്ട്, കേൾക്കുന്നുണ്ട് സൗണ്ട് ചെറുതായിട്ട് കേൾക്കാം. അപ്പോൾ റിവർ ഇങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ട്. ഈ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ റിവറിൽ നിന്ന് ഇങ്ങനെ വിട്ട് മാറിപ്പോകും കേട്ടോ. ഇനിയുള്ള 45 കിലോമീറ്റർ നല്ല റോഡിലൂടെ യാത്ര ചെയ്യാന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഡോമിക്കുട്ടനെയും എടുത്തിറങ്ങി. ഒരു പോയിന്റ് വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ ടാറിട്ട റോഡ് കണ്ടിട്ടേയില്ല. ഈ ട്രിപ്പ് തുടങ്ങി 1500 കിലോമീറ്റർ ആയെങ്കിലും ഇന്ന് ക്ലച്ച് പിടിച്ച് ഇടത്തെ കൈയിലെ മസിലിനൊക്കെ നല്ല വേദന. ഇതൊക്കെയാണെങ്കിലും ഒരു ബ്ലോക്കിൽ പോലും പെടാതെ ഇത്രയും ദൂരം കഴിഞ്ഞു കിട്ടിയത് തന്നെ വലിയ കാര്യം അല്ലേ? ഒരു ആർമി കോൺവോയ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പതുക്കെയാണ് പോകുന്നത്. അവർ സിഗ്നൽ തരുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. ആളെന്നെ കണ്ടിട്ട് തന്നെ ഇല്ല. കണ്ടു. ഇനിയുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 വണ്ടീനെ ഓവർടേക്ക് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ ഇത് നോക്ക്. ആ മലയിൽ നിറച്ച് മഞ്ഞ്. എക്സൈറ്റ്മെന്റ് ആയി. എവിടെ അയ്യോ എന്തായാലും നിർത്തി കാണിച്ചു തരാം കേട്ടോ. ഈ ക്യാമറയിൽ ഇത് കിട്ടില്ല. സൂപ്പർല്ലേ? അഞ്ച് കിലോമീറ്റർ കൂടി ബാക്കി കേട്ടോ. മേച്ചുക്കട ഭംഗി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആ കാണുന്ന മലയുണ്ടല്ലോ, ഒരു മരങ്ങളൊന്നും ഇല്ലാത്ത, അതിൽ മേച്ചുക്കാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. താഴെ റിവർ പോകുന്നു. അപ്പോൾ ആ ഒരു വാലിയിലായിരിക്കണം മേച്ചുക്ക വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഓൾമോസ്റ്റ് എത്തി. വെൽക്കം ടു മേച്ചുക്ക. ഹിമാലയൻ ഹോം സ്റ്റേയുടെ ഒരു ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഹിമാലയൻ ഹോം സ്റ്റേ. അപ്പോൾ ഞാനിവിടെ ഒരു റിവർ വ്യൂ ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ആലുവയിൽ പരിചയപ്പെട്ട ഒരു പയ്യൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു നല്ലതാണ്. ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. ആളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. ഇത്രയും നേരം വന്നൊരു സ്ഥലമാണെന്ന് നോക്കിയേ. ആ ടെറൈൻ ആകെ മാറിയില്ലേ? എന്താലേ, ആറ്റുനോറ്റൊന്ന് റോഡ് കിട്ടിയതാ. ദേ ഇവിടുന്ന് റോഡ് തുടങ്ങാം. വെൽക്കം ടു മേച്ചുക്ക ടൗൺ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ഹോം സ്റ്റേ ഇവിടുന്ന് റൈറ്റിലേക്കാണ്. നമുക്കെന്തായാലും മാപ്പ് ഇട്ടോടത്തേക്ക് പോവാം. हेलो, ये रिवर व्यू होम स्टे ही है ना? मैं आपको मैसेज किया था, हरी. हाँ, പരിചയപ്പെട്ട പയ്യൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പയ്യൻ ഇന്ന് 700 രൂപയ്ക്കാട്ടോ ഇവിടെ താമസിച്ച്. പക്ഷേ അതൊരു ഹോള് പോലെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഡോർമെറ്ററി പോലെയാണ്. പക്ഷേ ഇന്ന് അതില്ല. കാരണം നാളെ ലോസർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് റൂം തന്നെ എടുക്കണം. 1500 രൂപയാണ് റൂം. 3 ദിവസത്തേക്ക്, ശരിക്കും 2000 ആണ്. 3 ദിവസത്തേക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് 1500 തന്നു. ഇനി ഏതെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഇതുണ്ട്, ഒരു കോട്ടേജ് പോലെ. അപ്പം അങ്ങോട്ട് മാറേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബാഗ് എടുത്ത് കയറട്ടെ. ഫുഡ് അടിക്കാൻ പോകണം പുറത്ത്. വേറെ ഫുഡൊന്നും റെഡി ആയിട്ടില്ല, രാത്രി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം. कौन कौन रहता है आप यहाँ पे? यहाँ में हमारा फैमिली। अच्छा, फैमिली है। ओके. अभी ये बेटी है ना? ये बड़ा वाला बेटी है, सेकंड बेटी हॉस्टल है, थर्ड वाला भी हॉस्टल है। अच्छा. लड़का बेटा लास्ट है। अच्छा, चार. हम लोग चार. और ये वाला भी अभी आएगा और छुट्टी देगा. हाँ. ये 2 यहाँ में है ना. ओके. ये है ना रूम? आपका रूम ये है.
ये रूम है। ओके आपका गीजर काम इसमें काम ही नहीं है, लाइट ही नहीं होते। ओके रात को थोड़ा देते हैं और वो आग हम बुखारी में है। हाँ। अभी चाहिए तो परसों आप ने बताओ। बताया होगा। हाँ। आप वहाँ में आके हम लोग के साथ में बैठ सकते हैं। हाँ ठीक है, थैंक यू। हाँ ठीक है ना, नहीं नहीं റൂമിൽ കയറിട്ടാ. ഇതാണ് റൂം, നല്ല റൂമാട്ടോ, മരം കൊണ്ടുണ്ടാക്കിയ വീട്, അതിൻ്റെ ഉള്ളിലത്തെ റൂമാണ്. 2 ബെഡുണ്ട്, അതാണ് അവർ പറഞ്ഞത് 2500 ആണ്. അപ്പോൾ അവർക്ക് നഷ്ടമാണ്, ശരിയാണ്, പറയുന്നത് കറക്റ്റാണ്. കാരണം 2500 റൂം 1500 ഞാൻ ഒരാളായതുകൊണ്ട് തരണമാണ്. അപ്പം മേക്ക് സെൻസ്, ആൾ വരുമ്പോൾ മാറാൻ പറയണതിൽ ഒരു ഇതുമില്ല. നല്ല റൂമാണ്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, ചൂടുവെള്ളമില്ല നേരത്തെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കറണ്ട് ഇവിടെ വരില്ല, വല്ലപ്പോഴും കറണ്ട് വരുള്ളൂ. അപ്പം അവർ എന്തോ ഈ ലോസർ ആയതുകൊണ്ട് പൂജ മുറിയൊക്കെ എന്തൊക്കെയോ ഡെക്കറേറ്റ് ചെയ്യുക പരിപാടികളൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന് ഭക്ഷണം വെച്ചിട്ടില്ല അത്ര, എന്നോട് പുറത്ത് പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടാ, മറ്റേ ഇത് ഫ്രെയിംസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നാലും നമുക്ക് കാണാം. ഞാൻ വന്നിട്ട് സുഖമായിട്ട് 1 മണിക്കൂർ കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല മേലുവേദനയും വയ്യായും ഒക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ പടക്കം പൊട്ടറ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ലോസറാണ്, നാളെ ലോസറാണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാണ്. ടിബറ്റൻ ന്യൂ ഇയർ ആണ് ലോസർ, പക്ഷേ ഇവർക്കിത് നേരത്തെയാണ്, ശരിക്കുള്ള ലോസർ വരുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞു ആദി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബാണ് ഇവിടെ കൂടുതൽ. ആദിയല്ല കേട്ടോ, വേറെ ഒരു ട്രൈബാണ്. ഞാൻ ചോദിച്ചിട്ട് അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഡീറ്റെയിൽസ്. നെറ്റ് നോക്കാനില്ല, ഇടയ്ക്ക് നെറ്റ് വരുന്നുണ്ട്, കോള് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് ഇതാവുകയാണ്. അപ്പം ഇവിടെ അവർ പൈൻ്റെ ഇലയുണ്ടല്ലോ, അത് ഇങ്ങനെ തീയിലിട്ട് കത്തിക്കുന്നൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ആചാരത്തിൻ്റെ ഇതായിട്ടാണ്. സാധാരണ അത് രാവിലകളിലാണ് ചെയ്യുക, ഇതിപ്പോൾ ലോസർ ആയതുകൊണ്ടാണ് തലേദിവസം ചെയ്യുന്നത്. പിന്നെ വെറൈറ്റി ഒരു ഇതാണ്, അവരുടെ വീടിൻ്റെ ഉള്ളിൽ 4 മക്കളാണ്. അപ്പോൾ എല്ലാവരും എന്ത് TV കണ്ടുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് കറണ്ട് പോകണം. അപ്പോൾ പിള്ളേർ ഇൻവെർട്ടർ ഓണാക്കാൻ, ജനറേറ്റർ ഓണാക്കാൻ പോകുന്നു. അങ്ങനെ ആകെ ഒരു പ്രശ്നമുള്ളത്, ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല എത്ര നേരമായിട്ട്. അയാളെൻ്റെ അടുത്ത് നേരത്തെ പുറത്ത് പോയി കഴിച്ചോളാൻ പറഞ്ഞു, ഞാൻ കിടന്ന് ഉറങ്ങിയും പോയി. അപ്പോൾ ഇനിയിപ്പോൾ 8 മണിയായിട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഒരു 5:30-6 മണിയായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം, വിശന്നിട്ട് വയ്യ. ये 50 का हो गया, ये 100 गया. ये मेरा पास 20 रुपये भी था ना, वो भी एक पार से कोई नहीं था हमारे आदमी नांदे. तो ये लोसर में रखता है ऐसा, हाँ रखते हैं ना, न्यू ईयर में पुराना नोट ऐसा करके पूरा. ये हमारा देसी अचार, देसी अचार. देसी. हाँ अच्छा, इसमें ये मूला और ये हमारा चिली. क्या है वो? मूला मतलब ये रेडिश बोलते हैं क्या? Radish, हाँ. उसका, और ये लोकल चिली, ओके. और ये लोकल का चटनी. सर आप दाल ले लीजिए. हाँ हाँ दाल बाटी में ले लीजिए सर. हाँ ठीक है. सर मत बुलाओ, मेरा नाम हरी है. बाय बोलेंगे. हाँ बाय बोलो. हाँ ठीक है, ओके. സമയം 9 മണി കേട്ടോ. അവസാനം ഭക്ഷണം കിട്ടി, വിശന്നിട്ട് വയ്യ. कल पीने के लिए अच्छा. इसे अभी से बना के रखना है, हाँ हाँ. तो कल पीना है. हम लोग का कलर ऐसे होते हैं, जूस का जैसे कलर होता है. अच्छा अच्छा, ये कितने दिन रखता है ऐसे? इसको ना, इसको ये और जो यहाँ पे है, हाँ. इसको हम लोग मिट्टी? बना के पका के ऐसे रखते हैं ना. ये क्या है, मिट्टी है ना? ये बालू है, बालू क्या करते ओ हैं? अच्छा, ऐसे वेट रखते के हैं. लिए. हाँ उसको सेफ्टी के लिए. हाँ, ये अभी 1 साल हो गया. 1 साल हो गया. हाँ 1 साल रखते हैं. ओके. कोई कम रखने से 8-9 महीना रखते हैं. अच्छा, हम अच्छा. अपना पीने के लिए, खाने के लिए बोल के 1 साल रखते हैं, ओके. बसर के लिए, यूज के लिए. अच्छा.
अब इसको ये इस पर- मिलेट है ना, मिलेट? हाँ मिलेट है मिलेट सर, ये मिलेट आप खा के देख सकते हैं। हाँ ठीक है। तो इसमें क्या क्या ईस्ट डालता है? इसमें क्या है बोले ना, इसको मिलेट को हम लोग ऐसे बड़ा वाला बर्तन नहीं आते, ये ऐसे वाला हाँ इसे में पकाता है। हाँ उसके बाद निकालते हैं अपना लोकल का, ये मिलेट में डालने के लिए दवाई बनाते हैं, दवाई ना उसको डालते हैं, कम डालते हैं दवाई ना, पता है दवाई। वो सफेद कलर का? हाँ सफेद कलर का इतना गोल होता है। हाँ पता है ये भाई। भी हाँ ये भी मिलेट का ही दवाई है। अच्छा अच्छा मिलेट से बनाते हैं। अच्छा अच्छा आराम से देख सकते हैं। अच्छा अच्छा। इसको डालते हैं ना, इसको डाल के अपना खाना पीने के लिए इसको डालते हैं, फिर बिक्री के लिए होने से जो मार्केट से मिलते हैं ना हाँ हाँ उसको लेके डालते हैं। ओके। उसको लेके डालने से हम लोग भेजे बिक्री करेगा बोलने से 8-9 महीने रखते हैं, उसके बाद बेच देते हैं। तो लोसर के लिए 1 साल पहले हाँ, शुरू होता है? हाँ, हाँ। अभी नेक्स्ट साल लोसर के लिए हम कल परसों से बना दे पका के रखते हैं। ये आपका ये आग का सामने नहीं था, दरवाजा का पीछे है, वो नेक्स्ट साल लोसर के लिए अच्छा इस बार बने। अभी बना के 4-5 महीना हो गया वो भी। अच्छा अच्छा. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലറ്റ് ഫെർമെൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. മില്ലറ്റ് കുക്ക് ചെയ്യും, ഇങ്ങനത്തെ വലിയ ഇതിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കാണിച്ചില്ല, ഒരു അത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഈസ്റ്റ് പോലത്തെ ഒരു സാധനം. അപ്പോൾ आप खा के देख सकते हैं। नहीं ठीक है ऐसे टेस्ट कर लीजिए, कोई बात नहीं, नशा नहीं आते, नशा नहीं आते। नहीं, एक थोड़ा टेस्ट कर लीजिए। അപ്പം അങ്ങനെ മില്ലറ്റ് ദേ हाथ से लग सकता है. हाँ हाँ कुछ नहीं कुछ नहीं। മില്ലറ്റ് ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കും. टेंगा होता है, मीठा होता है, बहुत किस्म का होता है। बहुत सारा टेस्ट होता है. हाँ, ऐसे होते हैं। എന്തൊക്കെയോ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മില്ലറ്റ് വേവിച്ച് ആ സാധനം ഇട്ടിട്ട് കവറിലാക്കിയിട്ട് 1 കൊല്ലം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറിൽ മണ്ണാക്കി വെക്കുക കേട്ടോ, വെയിറ്റിന്. അങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ലോസറിൻ്റെ തലേദിവസം ഇത് ബക്കറ്റിലാക്കി ഗരം പാനി हाँ, ഇടാട്ടോ, एकदम गर्म पानी डालते हैं। തിളച്ച വെള്ളം എൻ്റെ അകത്ത് ഒഴിക്കും. അതങ്ങനെ ഊറി ഇതിൽ വരും. നാളെ ഇവരുടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഒപ്പ് ബനാത്തെ. ओप्पो हम लोग छांग बोलते हैं, छांग चांग बोलता है अपना भाषा से छांग। ओप्पो वो में ही- सिक्किम में भी बोलता है हाँ हाँ नेपाली सिक्किम में भी छांग बोलते हैं, चांग बोलता सेम है. सेम। അപ്പോൾ ചാങ് എന്നാട്ടോ അവർ പറയുന്നത്, ഒപ്പോ അല്ല ചാങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഒരു आपको थोड़ा टिबेटन कल्चर आता है ना? हाँ हाँ टिबेटन हम लोग का सेम है। सेम है. टिबेटन का हम लोग टिबेटन और हम लोग का कपड़ा भी सेम है, धर्म भी एक ही है। अच्छा वही है, वो लोग रिपोजी हम लोग सिटीजन वाले हैं, वही है, सिर्फ टिफिन वही है, आप भी तो सेम है। ഓക്കെ. ഒരു ടിബറ്റൻ കൾച്ചറാണ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു ഈസി ആയിട്ട് പോകാൻ പറ്റുമായിരുന്നു, താഴത്തേക്ക് പോകുന്നതിനൊക്കെ നല്ല നോർത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ അവരത് അവിടെ ആയിട്ടാണ് കച്ചവടം ചെയ്തിരുന്നത്. അപ്പോൾ ആ കൾച്ചറാണ് അവർക്ക് കൂടുതൽ വന്നേക്കുന്നത്. पहले जमाना में हम लोग ओपन बनाते हैं ना, ये भी लकड़ी का होता है, लकड़ी का पैकेट, और इसको रखने का भी लकड़ी का पैकेट होता है, ऐसे प्लास्टिक का नहीं मिलता है, ये आजकल का जमाना है ऐसे। ഒരു പ്രാവശ്യം ഉപയോഗിച്ച മില്ലറ്റ് ഇനി അത് കളയും കേട്ടോ. വേണമെങ്കിൽ പന്നിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മിക്കതും കളയും എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ആസാം എന്നുള്ള ഗസ്റ്റാണ്. 2 കപ്പിൾസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, സമാധാനമായി. ഭക്ഷണം അങ്ങനെ വയറൊക്കെ നിറഞ്ഞു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ആ ചേച്ചി അത് കളയാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. നാളെ കളയാന്ന് പറഞ്ഞു, അവിടെ ആക്കി വെച്ചു കേട്ടോ. എന്തായാലും അടുത്ത വിശേഷങ്ങൾ, നാളത്തെ ലോസർ കാഴ്ചകളൊക്കെ ഇവിടെ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അധികം സെലിബ്രേഷൻ ഇല്ല, കാരണം ഇവിടുത്തെ ഈ ചേട്ടൻ്റെ ഫാദറോ ചാച്ച ആരോ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം സെലിബ്രേഷൻ കുറവാണ്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാളെ ഇവിടുത്തെ ലോസർ സെലിബ്രേഷനും തവാങ് നമുക്ക് മേച്ചുക്കാലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ബൈ.